ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അപ്പം റെസിപ്പിയാണ് റെഡിയാക്കാൻ പോണേ. നമ്മൾ സാധാരണ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണ പോലെ അല്ലാണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്നത്തെ അപ്പം നമ്മൾ റെഡിയാക്കണേ. 1 കപ്പ് പച്ചരിയും 1 ടീസ്പൂൺ ഉഴുന്നും 2-3 പ്രാവശ്യം കഴുകി 4 മണിക്കൂർ നമുക്ക് കുതിർത്തി വെക്കാം. 4 മണിക്കൂർ അരിയും ഉഴുന്നും കുതിർത്തി വെച്ചതാണ്. അരി അരയ്ക്കാനായിട്ട് നമുക്ക് ഈസ്റ്റ് വേണം. നാളികേരം ഉടച്ചപ്പോൾ എനിക്ക് 1 ടേബിൾ സ്പൂൺ കറക്റ്റ് 1 ടേബിൾ സ്പൂൺ വെള്ളം കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ആ വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് 6 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ നാളികേര വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതേ രീതിയിൽ ചെയ്താൽ മതി. പിന്നെ നമ്മൾ അപ്പത്തിന് വെള്ളം ചേർക്കണില്ല. അരയ്ക്കുമ്പോൾ നാളികേരപ്പാലാണ് ചേർക്കണേ. 1-ാം പാല് 2-ാം പാലൊന്നും എടുത്തിട്ടില്ല, കട്ടിയായിട്ട് തന്നെ പാലെടുത്തേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അരി ഉഴുന്നും കൂടി അരച്ചെടുക്കാം. അപ്പത്തിന് അരയ്ക്കണ പോലെ ബാറ്ററി ലൂസ് ആവരുത് കേട്ടോ. ഇത് നമ്മൾ വേറെ ഒരു രീതിയിലാണ് അപ്പം റെഡിയാക്കുക. അപ്പോൾ ബാറ്ററി ഇഡ്ലി മാവിന്റെ പാകത്തിന് വേണം. 1/4 കപ്പ് നാളികേരപ്പാലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരി ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരത്തിന്റെ വൈറ്റ് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/4 കപ്പ് അവല് കുതിർത്തിയിട്ടും ചേർക്കാം, അല്ല അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർക്കാട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ. 1/4 കപ്പ് ചോറ്, ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. 5-6 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പഞ്ചസാര. ഓൾറെഡി ഈസ്റ്റിൽ ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് ഈസ്റ്റ് ഫെർമെന്റ് ആവാൻ വെച്ചേക്കണത്. അത് കാരണം 1/2 ടീസ്പൂണേ ഇപ്പൊ ബാറ്ററിൽ ചേർക്കണുള്ളൂ. 1 അല്ലി വെളുത്തുള്ളി, കുതിർത്തി വെച്ചേക്കണ ഈസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഇതിൽ തേങ്ങാപ്പാൽ ബാക്കി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ അരയ്ക്കുമ്പോൾ വേണ്ടി വന്നാലേ ഞാൻ ചേർക്കുള്ളൂ കേട്ടോ. എല്ലാം കൂടി ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച ബാറ്റർ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ബാറ്ററിന്റെ പാകം നിങ്ങൾക്ക് മനസ്സിലാവും. ഇഡ്ലി മാവിന്റെ പാകമാണ് കേട്ടോ. ഞാൻ നാളികേരപ്പാൽ ബാക്കി വന്നത് എടുത്തിട്ടേ ഇല്ല കേട്ടോ. ആകെ 1/4 കപ്പ് പാലേ എടുത്തുള്ളൂ. അതിൽ 1/4 ഭാഗം പാൽ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ജാറ് കഴുകി ഒഴിക്കാനായിട്ട് ഈ പാലാണ് ചേർക്കണേ. ജാറ് കഴുകിയ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർക്കുന്നുണ്ട്. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് അരച്ചയക്കണേ. രാവിലെ ഞാൻ ഉണ്ടാക്കുള്ളൂ. 1-2 മണിക്കൂറിൽ തന്നെ ഈ മാവ് നല്ലോണം പൊന്തു കിട്ടുക. നിങ്ങൾക്ക് അപ്പം വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം, അല്ല ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് രാവിലെ മാവ് എടുക്കാം. മാവ് നല്ലോണം പുളിച്ച് പൊന്തിയിട്ട 1 പ്രാവശ്യം ഓൾറെഡി പൊന്തി. അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതാണ്. ഇത് 2ാമതും പൊന്തിയതാട്ടാ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഉപ്പും എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചേക്കണതാണ്. ഇന്നലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അരയ്ക്കുമ്പോൾ നാളികേര വെള്ളം നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതനുസരിച്ച് കുറച്ചെടുത്താൽ മതിട്ടാ. മാവ് നല്ല കട്ടിയിൽ വേണം നമുക്ക്. ഇന്ന് നമ്മൾ അപ്പം ഉണ്ണിയപ്പക്കല്ലിലാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. അത് കാരണമാണ് ബാറ്റർ കുറച്ച് കട്ടിയിൽ വേണം എന്ന് പറഞ്ഞത്. എണ്ണ ഒന്നും ഒഴിക്കണ്ട. ബ്രഷിൽ ലൈറ്റായിട്ട് എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുത്താൽ മതിട്ടാ. സാധാരണ നമ്മൾ തവയിൽ അപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചും കൂടി ലൂസായിട്ട് വേണം. ഈ മാവ് നമുക്ക് അതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാൻ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഉണ്ണിയപ്പക്കല്ലിൽ എപ്പോഴും ഒഴിക്കുമ്പോൾ സൈഡിൽ ഒഴിച്ചതിന് ശേഷം വേണം നടുക്ക് ഒഴിക്കാനായിട്ട്. നടുക്ക് എപ്പോഴും ഹീറ്റ് കൂടുതൽ വരും. അടച്ചു വെച്ച് നമുക്ക് മുൾഭാഗം വേവിച്ചെടുക്കാം. നമുക്ക് അപ്പം മറിച്ചിടാം. നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാം. ഇനി നമ്മൾ റെഡിയാക്കുമ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് പോലും കൊടുക്കണ്ട കേട്ടോ. എല്ലാം അപ്പം നമ്മൾ റെഡിയാക്കിയെടുത്തു. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റൂട്ടാ. ഇനി അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരേപോലെ അല്ലാണ്ട് ഇതുപോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കി നോക്കൂ. അതുപോലെ ഈസ്റ്റ് നിങ്ങൾ എപ്പോഴും നമ്മൾ അപ്പത്തിന് ഈസ്റ്റ് ചേർക്കും. ഇങ്ങനെ ഈ രീതിയിൽ ഈസ്റ്റും കൂടി ചേർത്ത് നോക്കൂട്ടാ. നല്ല സോഫ്റ്റും അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.